മക്കിമല കോടക്കാട് കണ്ടെത്തിയ IED ബോംബ് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന നിഗമനത്തിൽ പോലീസ്. ആറളത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കവിതയുടെ മരണത്തിന് പകരം ചോദിക്കുകയോ ശക്തി തെളിയിക്കുകയാണ് മാവോയിസ്റ്റുകളെ ലക്ഷ്യമെന്നാണ് സൂചന. ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയവരാണ് മാവോയിസ്റ്റ് സംഘത്തിലുള്ളതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. തണ്ടർബോൾട്ടും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും റോന്തു ചുറ്റുന്ന വഴിയിലാണ് ഉഗ്രസ്ഫോടന ശേഷിയുള്ള IED ബോംബ് കണ്ടെത്തി പോലീസ് നിർവീര്യമാക്കിയത്. കുഴിച്ചിട്ട ബോംബിൽ നിന്ന് വയർ 30 മീറ്റർ അകലെയുള്ള മരത്തിനടുത്താണ് എത്തി നിൽക്കുന്നത്. മറഞ്ഞിരുന്ന ഫ്യൂസ് ഘടിപ്പിച്ച് സ്ഫോടനം നടത്താവുന്ന വിധമായിരുന്നു സംവിധാനം. മാവോയിസ്റ്റ് സംഘത്തിലെ CP മൊയ്തീൻ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയ ആളാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരു കൈപ്പത്തി തകർന്നത്. 2014-ൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് മാവോയിസ്റ്റ് ഷിനോജ് കൊല്ലപ്പെട്ടത്. കബനി ദളത്തിന്റെ ഭാഗമായിരുന്ന കവിത ആറളം അയ്യൻകുന്നിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. രക്തം കൊണ്ട് രക്തകടം വീട്ടുമെന്നായിരുന്നു മാവോയിസ്റ്റുകളുടെ മുന്നറിയിപ്പ്. ചന്ദ്രു, ഉണ്ണിമായ എന്നിവർ പിടിയിലായതോടെ കബനി ദളം കേന്ദ്രീകരിച്ചുള്ള മാവോയിസ്റ്റുകളുടെ എണ്ണം 4ലേക്ക് ചുരുങ്ങിയെന്നാണ് പോലീസ് കരുതുന്നത്. ഇവരുടെ ശക്തി പ്രകടനമാകാം ബോംബ് സ്ഥാപിക്കലിലൂടെ നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. ട്രിച്ചിയിലെ വെട്രിവേൽ എക്സ്പ്ലോസീവ് എന്ന സ്ഥാപനത്തിന്റെ കവറിലാണ് അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയത്. ഇത് ആരെത്തിച്ചു എന്നതിനെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ്. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. മാവോയിസ്റ്റുകളെ പ്രതി ചേർത്താണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 വയനാട്.